സുഖല്ലേ എല്ലാവർക്കും? ഹാപ്പി അല്ലേ? എല്ലാവരും ഒരു ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന പ്രശ്നമൊന്നും ഇല്ലാതെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വന്നതിന്റെ ഒരു എന്താ പറയാ ഫ്രീ ആയിട്ടുള്ള ഒരു മൈക്കോട് കൂടിയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? ഹാപ്പി അല്ലേ? യെസ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, കേരള പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അംഗങ്ങൾ, എനിക്ക് തോന്നുന്നു എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും ആദ്യം പഠിച്ച മുദ്രാവാക്യം പോലീസ് ഞങ്ങൾക്ക് പുല്ലാതെ എന്നുള്ള മുദ്രാവാക്യമാണ്. എന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ തവണയാണ് സമരത്തിന് പോലീസുകാർ വന്നത്. അപ്പൊ അവര് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ചേട്ടന്മാര് എന്റെ അടുത്ത് കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കേറുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് പോലീസ് നമുക്ക് പുല്ലാണ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം എനിക്കത് പോലീസുകാരെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ 100% ഉറപ്പാണ്, പിൽക്കാലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സിനിമയിലെ പോലീസുകാരൻ, അത് ഭരചന്ദ്രൻ IPS ആണ്. ഈ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറയുന്ന ഡയലോഗ് കൊണ്ടാണെന്ന് അറിയില്ല, മൂപ്പനാണ് പുല്ലിന് ഇത്രയും സ്ട്രെസ് കൊടുത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ പുല്ല് എന്നുള്ള ഡയലോഗ്. എന്തായാലും ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, നാളെ എപ്പോഴെങ്കിലും ഈ വഴിക്ക് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ എന്നെ തടഞ്ഞു നിർത്തുവാണെങ്കിൽ പുകയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലേ എന്ന് ചോദിച്ചാൽ സാറേ മാത്തുക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ പോട്ടെ, പുകയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ, പുകയല്ലേ കല്ലൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏറ്റവും തുടക്കത്തിലെ തന്നെ പേളിമണിയും രാജസ്ഥാനും കൂടിയിട്ടേക്ക് അത് തല്ലി കെട്ടിക്കളഞ്ഞതിന്റെ സന്തോഷത്വം ഏറ്റവും ആദ്യം അറിയിക്കുകയാണ്. പക്ഷെ ഈ പുകയ്ക്കും അപ്പുറത്തേക്കുള്ളതുള്ള അല്ലെങ്കിൽ ഒരു പുകയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, അതല്ലെങ്കിൽ വല്ലപ്പോഴും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പോലീസുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അടുത്ത് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഇവിടെ പെരുമ്പാവൂർ തന്നെ ഇവിടെ ക്യാൻറ്റീനിലുള്ള ആത്മൻ എന്റെ സുഹൃത്താണ്. ആത്മൻ വഴിയാണ് ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. എന്തുകൊണ്ട് കാക്കിക്കുള്ളിലെ കലാഹൃദയങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മൻ എന്റെ കൂടെ ആലപ്പുഴ UC കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, ഞങ്ങൾ ഒരുമിച്ച് NSSൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത്, ഈ കാഞ്ഞൂരിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഇരുന്നിട്ടും അതല്ലെങ്കിൽ പാണൻകുഴിയിലെ അവിടുത്തെ ഒരു സർക്കാർ സ്കൂളിൽ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ ആ പാടാൻ അറിയാവുന്ന പിൽക്കാലത്ത് പോലീസിലേക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അതിലും സന്തോഷം ഒരു കാര്യം, ഇന്ന് ഞാൻ ഒരു പോലീസുകാരനും എന്നെ എടാ എന്ന് വിളിച്ചിട്ടില്ല, പക്ഷെ എനിക്കൊരു പോലീസുകാരൻ എടാ എന്ന് വിളിക്കാനായിട്ട് കഴിഞ്ഞത് ആത്മൻ പോലീസായി കഴിഞ്ഞപ്പോഴാണ്. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അതുകൂടാതെ അവിടെ ജോഷി ഇരിക്കുന്നുണ്ട്. ജോഷി ഇവിടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉള്ളതാണ്. ഞാനിപ്പോഴും അവരുടെ പേര് പറയുന്നത് ജോഷി സാർ തന്നെ വായിൽ വരുന്നത്, കാരണം ഇവരൊക്കെ എന്നെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരായതുകൊണ്ടാണ്. പക്ഷെ വേറെ ഏതെങ്കിലും പോലീസുകാരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സാർ തന്നെ എനിക്ക് വിളിക്കാം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഒരു മാസം മുൻപ് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ സമയത്ത്, അതായത് ഒരു കണ്ടെയ്നർ ലോറികളുമായിട്ട് പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിങ്ങനെ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തു. പക്ഷെ ആ കാര്യത്തിന് ഒരു തീരുമാനമൊന്നും ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിൽ മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, അവരുടെ പോലീസ് സ്റ്റേഷനിൽ കൂടെ പരാതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മമ്മി ഒരു സമയത്ത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പൊ എന്റെ വീട്ടില് എന്റെ മമ്മിക്ക് നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ കൂടെ പരാതി കൊടുക്കാൻ പറ എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്റെ വീട്ടിൽ പോലീസ് അങ്ങനെ സ്വാധീനം ഒരുപക്ഷെ കുടുംബശ്രീകളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിചയമുള്ള സുഹൃത്തുക്കൾക്ക് അറിയുന്നില്ല, അപ്പൊ അവരുടെ അടുത്ത് പറയാം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു അവരുമായിട്ടുള്ള മീറ്റിംഗ് വെച്ചു. ഇവിടെ പറഞ്ഞു നേരെ ബോർഡ് വെക്കണം, അത് കേരള പോലീസ് ബോർഡ് വെക്കണം, ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്നാണ് ഒരു അന്യസംസ്ഥാന വണ്ടി അവിടെ ഉണ്ടായിരുന്നു, ഒരു നാഷണൽ ഗവൺമെന്റ് വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബോർഡിന്റെ സൈഡിലായിരുന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നീ അവിടെ ബോർഡ് കണ്ടോ? അപ്പോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ തന്നെ. അപ്പൊ ഞാനിത് കഴിച്ചിട്ട് പോക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ ചപ്പാത്തി കുഴയ്ക്കണം, പിന്നെ അത് ചൂടണം, പിന്നെ അത് കഴിക്കണം. ഇത്രയും സമയം ആ വണ്ടിയോടെ കിടക്കും. അപ്പൊ ഞാനത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു, നീ ആ ബോർഡിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടോ, അത് കേരള പോലീസ് എന്നാണ്. സാർ ഞാൻ പോക്കോളാം.
5 മിനിറ്റിനുള്ളിൽ അവൻ സ്ഥലം കാലിയാക്കി. അത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണെങ്കിലും കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും കേരള പോലീസ് വെച്ചേക്കുന്ന ബോർഡാണെങ്കിൽ അതിനിവിടെ വിലയുണ്ട് എന്ന് 100% ഉറപ്പാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാക്കിയുടെ കഥകൾ എന്ന് പറയുന്നത് ഇപ്പൊ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സാർ സൂചിപ്പിക്കേണ്ടായി. പോലീസ് മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമയിലെ പോലീസുകാർ മാറിയത് നമ്മൾ വളരെ കൗതുകത്തോടെയാണ് കണ്ടത്. ഇപ്പോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്ന സിനിമകളിൽ ഒന്ന് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയായിരുന്നു. എബ്രിഡ് ഷൈനായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് എബ്രിഡ് സാർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അതൊരു ഒരുപാട് കഥകൾ പോലീസുകാരുടെ കൂടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അതിൽ നിന്നും 18 കഥകളെ ഞാൻ സോർട്ട് ചെയ്തു. ആ 18 കഥകളെ ഞാൻ ഷൂട്ട് ചെയ്തു. ആ 18 കഥകളിൽ നിന്നും ആ ഷൂട്ട് ചെയ്ത 18 കഥകളിൽ നിന്നും 12 കഥകളെ ഞാൻ സെലക്ട് ചെയ്തു. ആ 12 കഥകളെ റീഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ പോലീസുകാർ എത്രമാത്രം വൃത്തിയായിട്ടാണ് അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിലാണ് സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, അതിനുശേഷം 93 ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ പോലീസുകാർ തന്നെ കഥയുടെ ഭാഗമാകുന്നു, ആ സിനിമയുടെ പശ്ചാത്തലത്തിന്റെ ഭാഗമാകുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ കൂടി അവർ അഭിനയിക്കുന്നു. നമ്മൾ ഇതേവരെ കണ്ടിട്ടുള്ള പോലീസുകാർക്ക് വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന മനുഷ്യരായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഭരചന്ദ്രൻ IPS-ഉം സാർ ആദ്യം സൂചിപ്പിച്ച പോലെ ആവനാഴിയിലെ മമ്മൂക്കയൊക്കെ സംസാരിക്കുന്നത് നമ്മളൊന്നും സാധാരണ കാണുന്ന രീതിയിലല്ല. വളരെ ഉച്ചത്തിൽ ഭയങ്കര ലൗഡായിട്ടുള്ള പോലീസുകാരായിരുന്നു. പക്ഷെ 93 ദൃക്സാക്ഷിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ കൃത്യമായിട്ടും മലയാള സിനിമ അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങളാണ് അല്പം മുമ്പ് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള സിനിമകൾ. എനിക്ക് അധ്യക്ഷ പ്രസംഗം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അത്രയും സിനിമകളുടെ പേരും അതിനോട് ഇത്രയും ഇണങ്ങി ചേർന്നുകൊണ്ട് ഈ വേദിയിൽ സംസാരിച്ച മൂപ്പൻ എന്തായാലും 100% ഒരു കിടിലം സിനിമാ സ്നേഹി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിന് ഇപ്പോഴേ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്ന മാറ്റം അത് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് വരാനിരിക്കുന്ന സിനിമകളിൽ കാണാം എന്നുള്ളത് യാതൊരു തർക്കമില്ല. കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇപ്പോൾ റോന്ത് പോലെയുള്ള സിനിമകളിലെല്ലാം നമ്മൾ കണ്ടത്. സാർ സൂചിപ്പിക്കേണ്ടായി, നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്ന ഒരു ഏരിയയാണ്, നമ്മൾ അവിടെ എത്തണം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവിടെ ഗുണ്ട പോലീസ് എന്ന് വിളിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് പോലീസ് മാമൻ എന്ന് വിളിച്ച് തുടങ്ങുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയില്ലായിരിക്കും, പക്ഷെ തീർച്ചയായിട്ടും ആ വഴിയിൽ തന്നെയാണ് ഇന്ന് കേരള പോലീസ് ഉള്ളത്. അത് ഇവിടെ കേരള പോലീസിനോട് ഇപ്പോൾ സംസാരിക്കുന്ന, പെരുമാറുന്ന, ഇടപെടുന്ന ഓരോ മലയാളിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ള കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സമ്മേളനത്തിനോട് വന്നു നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പ്രേമം സീരിയൽ ഇറങ്ങിയതിനു ശേഷമാണ് കേരളത്തിലുള്ള ആൺപിള്ളേർ മുഴുവൻ താടി വളർന്നു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്നോളം ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടികളിലും എനിക്ക് മുൻപിൽ ഈ ഇത്രയും താടിക്കാരെ കാണാതെ എനിക്ക് പരിപാടിക്ക് പോകാൻ പറ്റിയില്ല. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ മുമ്പിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും താടിയുണ്ടാവും. പക്ഷെ ഈ കാര്യത്തിൽ ഇന്ന് എനിക്ക് അഭിമാനമുള്ള ദിവസമാണ്. ഒരുപാട് മീശക്കാരുടെ ഇടയിൽ താടി വെച്ചുകൂടി ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ അപവാദം അവിടെ ഇരിക്കുന്ന ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ. റിട്ടയർഡ് ആയിട്ടാണോ സസ്പെൻഷനിലാണോ? റിട്ടയർഡ് ആണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, സമാധാനം. സസ്പെൻഷൻ ആണെന്ന് ഇത് മുഴുവൻ ഞാനായിട്ട് പറഞ്ഞല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തല്ലോ. എന്തായാലും ഇങ്ങനൊരു സമ്മേളനത്തിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അല്പം മുമ്പ് നമ്മുടെ ഭക്ഷണ സാറ് പറഞ്ഞ പോലെ ഞാൻ കാണുന്ന മുഖങ്ങളിലെല്ലാം ഒരു പുഞ്ചിരിയിട്ട് ഞാനത് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ എല്ലാവരും പ്രസന്നവതരായിട്ടാണ് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത്രയും പോലീസുകാരെ ഇത്രയും ഒരുമിച്ച് ചിരിച്ചു കണ്ട ഒരു നിമിഷം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ ഈ മൊമെന്റിനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആ ചിരി, ആ പുഞ്ചിരി എല്ലാ കാലത്തും നിങ്ങളുടെ ചുണ്ടിലുണ്ടാകട്ടെ. നിങ്ങൾ ഇടപെടുന്ന ഓരോ മനുഷ്യരോടും നിങ്ങൾക്ക് ആ പുഞ്ചിരി സൂക്ഷിക്കാൻ കഴിയട്ടെ. അങ്ങനെ അവതരിച്ചിരിക്കട്ടെ. നിങ്ങൾ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ലോകം നിങ്ങളെയും നോക്കി പുഞ്ചിരിക്കും എന്ന വാചകത്തിൽ ഉറച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുക നമ്മുടെ കൂടെ. താങ്ക് യു. ഇതുവരെ ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. ഇനി അങ്ങോട്ടും തീർച്ചയായിട്ടും അതുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ടവരെ ദീർഘകാലം